morning. നമുക്കിന്ന് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ. അരമണിക്കൂറിനുള്ളിൽ തയ്യാറാക്കാട്ടോ. അതാണ് ഈ ഉണ്ണിയപ്പത്തിന്റെ പ്രത്യേകത. നമ്മൾ അരി അരയ്ക്കണ്ട, അതുപോലെ തന്നെ സോഫ്റ്റ് ആവാൻ വേണ്ടി ഒരു 6 മണിക്കൂറോ 8 മണിക്കൂറോ ഒന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട. അരമണിക്കൂറിനുള്ളിൽ നമ്മൾ പൊടിയെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ ഇടിയപ്പത്തിൻ്റെ അല്ലെങ്കിൽ പത്തിരിയുടെ പാകത്തിലുള്ള അരിപ്പൊടി എടുക്കുക. പുട്ടുപൊടി എടുക്കരുത്. തരിയില്ലാത്ത പൊടിയായിരിക്കണം, റോസ്റ്റഡ് ആയിരിക്കണം. അതുപോലെ തന്നെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ ചേർക്കാം. ഞാനിപ്പോൾ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിരിക്കുന്നത് ശർക്കരയാണ്. ശർക്കര ഗ്രേറ്റ് ചെയ്തെടുത്ത് അല്ലെങ്കിൽ നമ്മൾ കത്തി കൊണ്ട് ചീവി എടുത്ത് കഴിയുമ്പോൾ 1.25 കപ്പ് ശർക്കര, 1 കപ്പ് അരിപ്പൊടി, 1 കപ്പ് ഗോതമ്പ് പൊടി, 1.25 കപ്പ് ശർക്കര. 1.25 കപ്പ് ശർക്കര എന്ന് പറയുമ്പോൾ അത്യാവശ്യം മധുരമുള്ള റെസിപ്പിയാണ്. നിങ്ങൾക്ക് മീഡിയം മധുരം മതി എന്നുണ്ടെങ്കിൽ 1 കപ്പ് ശർക്കര എടുത്താലും മതി കേട്ടോ. നല്ല മധുരമുള്ള ഉണ്ണിയപ്പം വേണമെന്നുണ്ടെങ്കിൽ 1.25 കപ്പ് ശർക്കര തന്നെ എടുക്കുക. ആദ്യം നമുക്ക് ഈ 1.25 കപ്പ് ശർക്കര 1 കപ്പ് വെള്ളത്തിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അലിഞ്ഞു വന്നാൽ മതി ശർക്കര, ഒന്ന് അരിഞ്ഞൊന്ന് തിളച്ചു വന്നാൽ മതി. അല്ലാതെ വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി ഒന്നും ആവേണ്ട ആവശ്യമില്ല. നമുക്ക് ആദ്യം ശർക്കര മെൽറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു വലിയ പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി, അതുപോലെ തന്നെ ഗോതമ്പ് പൊടി, 1 പിഞ്ച് ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് തന്നെ ഞാൻ ശർക്കര മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യവും കൂടി ഉണ്ട്. നമുക്ക് വേണ്ടത് പഴമാണ്. പാളയംകോടൻ പഴം എടുക്കാം, ഇല്ലെങ്കിൽ പൂവൻ പഴം എടുക്കാം, ഞാലിപ്പൂവൻ പഴം എടുക്കാം, ഏത്തപ്പഴം എടുക്കാം, റോബസ്റ്റ് എടുക്കാം, ഏത് പഴം വേണമെങ്കിലും എടുക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ ചെറിയ ഞാലിപ്പൂവൻ പഴമാണ്, അതുകൊണ്ട് ഞാനൊരു 3 പഴം ചേർക്കുന്നുണ്ട്. നല്ല പഴുത്ത് തൊലി കറുത്ത് തുടങ്ങിയ പഴം എടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിലേക്ക് നമ്മൾ ഏത്തപ്പഴം എടുക്കുന്നതെങ്കിൽ ഒരു ഏത്തപ്പഴത്തിൻ്റെ 3/4 ഭാഗം എടുക്കുക. വലിയ പാളയംകോടൻ പഴമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 2 പഴം എടുക്കുക. ഞാലിപ്പൂവൻ പഴമാണെങ്കിൽ 3 എടുക്കുക. അതുപോലെ തന്നെ റോബസ്റ്റ് ആണെങ്കിൽ 1.25 പഴം എടുക്കുക. അങ്ങനെ പഴത്തിന്റെ അളവിൽ വ്യത്യാസം വരുത്തുക. ഞാനിപ്പോൾ 3 പഴം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാര, അതിന്റെ കൂടെ തന്നെ ഞാനൊരു 4 ഏലക്ക എടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഏലക്കയും പഞ്ചസാരയും നന്നായിട്ട് അരച്ചെടുക്കുക. ഇല്ലെങ്കിൽ ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. പക്ഷെ നിങ്ങൾ ഈ പഴത്തിന്റെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കുക. അപ്പോഴാണ് നമ്മുടെ ഉണ്ണിയപ്പത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മുടെ പൊടി മിക്സ് ചെയ്ത് വെച്ചില്ലേ, അതിലേക്ക് നമ്മൾ ചൂടോടുകൂടി ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുകയാണ്. ആ ചൂടോടുകൂടി തന്നെ ഒഴിക്കുക കേട്ടോ. നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാകുമ്പോൾ ചൂടോടുകൂടി തന്നെ ശർക്കരപ്പാനി ഒഴിക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല ഡാർക്ക് കളർ ശർക്കര ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഉണ്ണിയപ്പത്തിന്. അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഉണ്ണിയപ്പം. ഇതിലേക്ക് ഇനി വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. നമ്മൾ ഇനി വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക, പച്ചവെള്ളം ചേർക്കരുത്. കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് ലൂസാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ചൂടുവെള്ളം ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പഴം ചേർക്കാൻ പോവാണ്. പഴത്തിന്റെ ടേസ്റ്റ് ഇത്രയും താല്പര്യമില്ലാത്തവർക്ക് പഴം ഇത്രയും ചേർക്കണ്ട കേട്ടോ. പഴത്തിന്റെ ടേസ്റ്റ് കൂടുതൽ വരുമ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിന് ഒരു സോഫ്റ്റ്നെസ്സും ടേസ്റ്റും എല്ലാം കൂടുതൽ കിട്ടും. പിന്നെ പഴം അരച്ച് ഒരുപാട് സമയം വെക്കരുത്, പഴത്തിന്റെ കളർ മാറിപ്പോവും. പഴം അരച്ചിട്ട് ഉടനെ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. ഇനി പഴവും കൂടി ചേർത്ത് നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മുടെ ഇഡ്ഡലി മാവിന്റെ കൺസിസ്റ്റൻസിയാണ്. പക്ഷെ ഇത് നമ്മളൊരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് തേങ്ങക്കൊത്ത് വറുത്ത് ചേർക്കണമെങ്കിൽ തേങ്ങക്കൊത്ത് വറുത്ത് ചേർക്കാം. ഞാൻ തേങ്ങക്കൊത്ത് ഇപ്പോൾ ചേർക്കുന്നില്ല, ഞാൻ എള്ള് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. എള്ളും തേങ്ങക്കൊത്തും വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെയും മാറ്റാം. നമുക്ക് രണ്ടും ചേർക്കണമെങ്കിലും ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് വെള്ളം ചേർത്ത് നമുക്ക് ലൂസാക്കി എടുക്കാം. ഈ ചൂട് വെള്ളവും ചൂട് ശർക്കരപ്പാനിയാണ് നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ ഉള്ള കറക്റ്റായി വരുന്നതിനുള്ള കാര്യങ്ങൾ ഇട്ടോ. അതൊക്കെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉണ്ണിയപ്പം സോഫ്റ്റ് ആയി വരില്ല. അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് ഉണ്ണിയപ്പം എന്ന് പറയുമ്പോൾ പച്ചവെള്ളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആവില്ല. ഇൻസ്റ്റന്റ് നെയ്യപ്പം ആണെങ്കിലും പച്ചവെള്ളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആവില്ല കേട്ടോ. ഒട്ടും കട്ടയില്ലാതെ കലക്കിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു കാര്യവും കൂടി ചേർക്കാണ്ട്. ഇപ്പോൾ കണ്ടോ നമ്മുടെ മാവിന്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡയാണ് കേട്ടോ, ബേക്കിംഗ് പൗഡർ അല്ല. ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു 25 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. എള്ളൊക്കെ ചേർക്കുന്നത് അതിന് ശേഷമാണ്. അപ്പോൾ ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ.
അതിനുശേഷം നമുക്കൊരു 25 മിനിറ്റ് കഴിഞ്ഞിട്ട് മാക്സിമം 35 മിനിറ്റ് വരെ വെക്കാൻ പാടുള്ളൂ. അതിനുള്ളിൽ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കി തുടങ്ങണം. അപ്പോൾ ഞാൻ 25 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് 25 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ബാറ്റർ നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് 25 മിനിറ്റ് ആയി. ഇതിലേക്ക് ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എള്ള് ചേർക്കുന്നു എന്ന്. എൻ്റെ കയ്യിൽ വൈറ്റ് എള്ളാണ് കേട്ടോ ഉള്ളത്. ഞാൻ വൈറ്റ് എള്ളാണ് ചേർക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ നെയ്യാണ്. ഇത്രയും ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നെയ്യും എള്ളും നമ്മുടെ ബാറ്ററിന്റെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആയി വരുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ കണ്ടോ നമ്മുടെ ബാറ്റർ തിക്കായിട്ടില്ല. തിക്കായി പോവുകയാണെങ്കിൽ 1-2 ടീസ്പൂൺ ചൂടുവെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഉണ്ണിയപ്പം ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഓരോ സ്പൂൺ വീതമായിട്ട് നമ്മുടെ ബാറ്റർ ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ചെറിയ സ്പൂണിലാണ് എടുത്ത് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ മാത്രം എടുത്ത് ഒഴിച്ചു കൊടുക്കുക. നിറയെ ഒഴിക്കരുത് കേട്ടോ. എപ്പോഴും നമ്മളൊരു 1/4 ഭാഗം ഒഴിച്ച് നിർത്തുക. അപ്പോൾ എല്ലാ കുഴിയിലും നിറയെ വെളിച്ചെണ്ണ ഒഴിക്കരുത്. ഞാനൊരു 1/4 ഭാഗം വെളിച്ചെണ്ണ ഒഴിച്ച് നിർത്തിയിട്ട് ചില കുഴികളിൽ വെളിച്ചെണ്ണ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. ഇത് നോൺ സ്റ്റിക്ക് ഉണ്ണിയപ്പം ചട്ടി ആയതുകൊണ്ട് തന്നെ വേഗം വിട്ടു പോരും. നമ്മുടെ ഉണ്ണിയപ്പം പിടിച്ചു നിൽക്കില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ഉണ്ണിയപ്പം ചട്ടി ഉണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ ഉണ്ണിയപ്പം ചട്ടിയിൽ ഉണ്ടാക്കാം, ഓടിൻ്റെ ഉണ്ണിയപ്പം ചട്ടിയിൽ ഉണ്ടാക്കാം. പക്ഷേ ഏറ്റവും നമുക്ക് എളുപ്പത്തിൽ വിട്ട് കിട്ടുന്നത് നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പം ചട്ടിയിലാണ്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് തുടങ്ങാം. ഒരു സൈഡ് ഒന്ന് കുക്കായി വരുമ്പോൾ പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. നെയ്യൊക്കെ ചേർത്തതിൻ്റെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഉണ്ണിയപ്പത്തിന്. ഇപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ഉണ്ണിയപ്പം കുക്കായി വരട്ടെ. എന്താണെന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ഇൻസൈഡ് പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വരില്ല. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് അവോയ്ഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നെയ്യ് അവോയ്ഡ് ചെയ്യാം കേട്ടോ. അതൊക്കെ നമുക്ക് നെയ്യ് സ്കിപ്പ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. നെയ്യ് ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒഴിച്ച ഉണ്ണിയപ്പമൊക്കെ തിരിച്ചിട്ടിട്ടുണ്ട്. ലാസ്റ്റ് ഒഴിച്ചത് മാത്രമേ തിരിച്ചിടാനുള്ളൂ. പിന്നെ ഈ സൈഡും ഒന്ന് കുക്കായി വരട്ടെ. ഇത് ഞാൻ ഒന്നുകൂടി ഒന്ന് കുക്കായി വരുമ്പോൾ അടുത്ത സൈഡിലേക്ക് തിരിച്ചിടും. ഇപ്പോൾ ഇതാ നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ. നല്ല സോഫ്റ്റാണ് ഉണ്ണിയപ്പം. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ കുത്തിയെടുക്കുമ്പോൾ വേഗം കിട്ടും. അപ്പോൾ ഞാനിതെല്ലാം എടുത്ത് മാറ്റട്ടെ. അപ്പോൾ എന്തായാലും നമുക്കിതുപോലെ ബാക്കിയുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം ഇതാ റെഡി ആയി വന്നിട്ടുണ്ട്. ഇത്രയല്ല കേട്ടോ, ഇത്രയും കൂടി വേറെ ഉണ്ട്. ഞാനപ്പോൾ ഇത്ര എടുത്തൊരു പ്ലേറ്റിൽ വെച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. ഇതാ ഇത് കണ്ടോ, നല്ല സോഫ്റ്റാണ്. പിന്നെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ സോഫ്റ്റ്നെസ്. സൈഡൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്, ഇൻസൈഡ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. സോഫ്റ്റ് ആണെങ്കിലും അരിപ്പൊടിയുടേതായ ചെറിയൊരു ബലം ഉണ്ട്. കാരണം വല്ലാതെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ മൈദ ചേർത്ത് ഉണ്ടാക്കിയാലേ വല്ലാതെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുള്ളൂ. പക്ഷെ അതിന് ഇത്തിരി ഉണ്ണിയപ്പത്തിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്ത് ഉണ്ടാക്കുമ്പോഴുള്ള ഒരു ചെറിയ ബലവും കൂടി ഉണ്ടാകുമ്പോഴാണ് ഉണ്ണിയപ്പത്തിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. ശരിക്കും നമ്മൾ ട്രഡീഷണൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ അരി അരച്ചിട്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ അരിപ്പൊടി ചേർത്തിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ആ ഒരു ട്രഡീഷണൽ ടേസ്റ്റിനോട് കൂടുതൽ ചേർന്ന് നിൽക്കും. പിന്നെ നെയ്യൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ കൂടുതൽ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു ഉണ്ണിയപ്പം ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് ഒക്കെ നമ്മുടെ വീഡിയോയുടെ താഴ്ന്ന കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ലഞ്ച് വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ പിന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നുപോയില്ലല്ലോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്ത രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ വളരെ നല്ലൊരു പലഹാരമാണ്. ഒരു അരമണിക്കൂർ സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.